അപ്പോൾ SIR ലക്ഷ്യം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണോ അതോ ഉള്ള ആളുകളെ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ടാണോ ഈ SIR എന്ന് പറയുന്ന നടപടിക്രമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. SIR ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. നമുക്ക് ഇപ്പോൾ ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. 50 ലക്ഷം പേരുടെ കയ്യിലാണ് അധികമായി ആധാർ കാർഡുകൾ ഉള്ളതെന്നും അങ്ങനെ വ്യാജമായ എൻറോൾമെന്റ് വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട് എന്നുമാണ് BJP ആരോപിക്കുന്നത്. അതൊരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ കേരളത്തിലും വോട്ടേഴ്സിന്റെ ഡിലീഷനാണ് സംഭവിക്കുക, എക്സ്ക്ലൂഷനാണ് സംഭവിക്കുക, ഇൻക്ലൂഷൻ അല്ല സംഭവിക്കുക. ജനാധിപത്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടിയുണ്ട്. നോക്കൂ, പൗരത്വ നിയമം നടപ്പാക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ്, ഒരു സർക്കാരാണിത്. ആ പൗരത്വ നിയമം പല കാരണങ്ങളാൽ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്തുകയാണ് ചെയ്യുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ആരോപണം കൂടി ഈ SIR നേരെ ഉയർന്നു വരുന്നുണ്ട്. നോക്കൂ, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. വോട്ടവകാശം എന്ന പൗരാവകാശം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളത് ആ പോളിസിയാണ് നമ്മൾ ഇതുവരെ പിന്തുടരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ നേർ വിപരീതമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഇനി മുതൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ല, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. എനിക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണ് നിങ്ങൾ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമായിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിങ്ങൾക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ SIR എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് കേരളത്തിൽ നടപ്പാക്കാനിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 മാസം കഴിയുമ്പോൾ ഫെബ്രുവരി 7-ാം തീയതി അന്തിമമായിട്ടുള്ള ഈ വോട്ടർ പട്ടിക പുറത്തു വരും. ആ സമയം അറിയാം ഞാൻ ആ വോട്ടർ പട്ടികയിലുണ്ടോ, നിങ്ങൾ ആ വോട്ടർ പട്ടികയിലുണ്ടോ. നമ്മുടെ പൗരത്വത്തിന്റെ ഭാവി തുലാസിലായിരിക്കുന്നു. ആ തുലാസ് എങ്ങോട്ടാണ് നീങ്ങാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ 3 മാസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. പൊതുവിൽ സംസാരിക്കുന്നത് SIR-ന് ശേഷം വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നതാണല്ലോ. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നറേറ്റീവ്. അതിന്റെ കാരണമായി പറയുന്നത് ഇരട്ട വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടു, അതുപോലെ തന്നെ മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞു, അതുകൊണ്ട് അവർക്ക് പൗരന്മാർ വന്ന് വോട്ട് ചെയ്യുകയില്ല. പിന്നെ ഈ പറയുന്ന ഇരട്ട വോട്ടുകളും ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഇലക്ഷൻ കമ്മീഷൻ്റേത്. അപ്പോൾ ഇത് അതിനപ്പുറത്ത് ഒരു ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നറേറ്റീവാണ്. മാധ്യമങ്ങളും അതിനൊപ്പം തന്നെയാണ് പറയുന്നതും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് നമുക്കറിയുന്നതുപോലെ SIR ഏറ്റവും പ്രധാനമായി ചെന്നുകൊണ്ടത് അത് പൗരത്വം തിരയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വോട്ട് ചെയ്യാതെ പോയാൽ നാളെ ഒരിക്കൽ അത് അവനവന്റെ പൗരത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘടകമാകുമെന്ന ആശങ്ക കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കാസർഗോഡും പ്രത്യേകിച്ച് മലപ്പുറത്തും കണ്ട ഈ കുതിപ്പ്. കാസർഗോഡ് നിങ്ങൾ 2 മണ്ഡലത്തിലാണ് കാര്യമായി ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം ഉയർന്നതായി പറഞ്ഞത്. മഞ്ചേശ്വരവും കാസർഗോഡുമാണ്. കാസർഗോഡ് 10% ഉയർന്നത്. മലപ്പുറത്തേക്ക് വരുമ്പോൾ നോക്കരുത്, എല്ലാ മണ്ഡലങ്ങളിലും വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്, മലപ്പുറത്തടക്കം. എന്തുകൊണ്ടത്? ഈ അരക്ഷിതാവസ്ഥ തന്നെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ്. അതോടൊപ്പം തീരദേശ മേഖല അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും, മലയോര മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അതിശക്തമായ സാന്നിധ്യം രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഒരു കാര്യമുള്ളത്, ഈ SIR എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള്. നമ്മൾ നേരത്തെ സംസാരിച്ച ഈ സോഷ്യൽ മീഡിയ പ്രചരണം പോലെ SIR-ന് ശേഷം നടന്ന ശുദ്ധീകരിക്കപ്പെട്ട ഒരു വോട്ടർ പട്ടികയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടിംഗ് നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് SIR-ൽ പങ്കെടുക്കാത്തവർക്ക് പൗരത്വം നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന ആദ്യ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തവർക്ക് പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ മോളെ പേരിലുള്ള വോട്ട് മറ്റുള്ള ആൾ ഇട്ടുണ്ടോ? എങ്ങനെയുണ്ട്? എന്താ ഇപ്പോഴാണ് ആരിട്ടും സാറന്മാർ പറയുന്ന മുഖം മൂടി ഇട്ട സ്ത്രീകൾ വന്നിട്ടുണ്ടോ? അത് പ്രായം നോക്കണ്ട അവര്. എന്റെ ഉമ്മ ഇന്ന് മരിച്ചതാണ്, എന്നിട്ട് നമ്മൾ അവകാശം നേടാൻ വേണ്ടിയാണ് വന്നത്. നമുക്ക് കേരളം വേണം. ഭീമാവള്ളി അവിടെ സുനാമി കോളനിയിൽ. എന്റെ പേര് സമീറ ബീവി. എന്റെ മോള് ഖദീജ ബീവിയുടെ വോട്ടാ. അത് നമ്മൾ വന്നപ്പോൾ ഇട്ടൊന്ന് വേറെ ആൾ വന്ന് ഇട്ടോണ്ട് പോയെന്ന് പറഞ്ഞ് മോളെ തിരിച്ചു വിട്ട്. എന്തുകൊണ്ട്? സുഖമില്ലാത്ത കൊച്ചാണ്. അത് എന്ത് ആവേശത്തോടെ വന്നെന്നറിയാമോ? ഇല്ല, തിരിച്ചു വിട്ട്. അതുള്ള വിഷമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത്ര സാറന്മാർ നിൽക്കണം, എല്ലാവരും നിൽക്കണം. എന്തുകൊണ്ട് ഇവരിങ്ങനെ തിരിച്ചു വിട്ടത്? കന്യ വോട്ട് ആദ്യത്തെ വോട്ടായിട്ടുണ്ട്. അത് നമുക്ക് പൗരത്വം വേണ്ടേ? നോക്കി 21 വയസ്സായി. അവർക്കറിയില്ല. അവർ പറയുന്നത് സാറ് മുഖംമൂടി ഇട്ടോണ്ട് വന്നതാണെന്ന് പറയുന്നത്. മുഖംമൂടി ഇട്ടോണ്ട് വന്ന പ്രായം നോക്കണ്ടേ, അതിന്റെ വയസ്സ് നോക്കണ്ടേ? എന്തുകൊണ്ടാണ് തിരിച്ചു വിട്ടത്? ഖദീജ ബീവി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നാസറിലെ ഗൾഫിൽ നിന്ന് 66-ാമത്തെ വയസ്സിൽ കേരളത്തിൽ വന്നൊരു പ്രവാസി. നമസ്കാരം ശ്രീ നാസർ, താങ്കൾ ഇന്ന് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു എന്ന് പറകോട് ഉണ്ണികൃഷ്ണൻ അറിയിക്കുകയുണ്ടായി. താങ്കൾ എവിടെയാണ് വോട്ട് ചെയ്തത്? ഞാൻ വട്ടിയൂർക്കാവിലെ നിയോജക മണ്ഡലമാണ്. ഹലോ, കേൾക്കുന്നു. അവിടെയാണ് വോട്ട് ചെയ്തത്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വന്നോ അല്ലാതെ വിമാനം കയറി വന്നോ? 3 ഇരട്ടി ടിക്കറ്റ് കൊടുത്തിട്ടാണ് വന്നത്, ചാർജ് കൊടുത്തിട്ടാണ് വന്നത്. എന്റെ മുന്നേ. ഓക്കെ, നന്നായി. കാര്യം വലിയൊരു അവകാശമല്ലേ? ജീവിതത്തിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല സാറേ. എന്തുപറ്റി ഇത്ര കാലം വോട്ട് ചെയ്യാതിരുന്നത്? വാശി കിട്ടി വോട്ട് ചെയ്യാതെ? ഇലക്ഷൻ നടക്കത്തില്ല. ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനിവിടെ കാണത്തില്ല. അയ്യോ, വല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പൊ ഗൾഫിൽ എവിടെയാ ഉള്ളത്? ഞാൻ ദുബായില്. അപ്പൊ 3 ഇരട്ടി ചാർജ് നൽകി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്തു. ഇനിയിപ്പോ റിസൾട്ട് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ? മിക്കവാറും അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ പോയാൽ മതി. ഇനിയിപ്പോ എന്തായാലും ഒന്നുകൂടി ഇലക്ഷൻ വരുത്തൊന്നുമില്ല, താങ്കൾ അങ്ങനെ വിചാരിക്കണ്ട. ഓക്കെ, ഈ 3 ഇരട്ടി എത്ര രൂപ പറയാമോ? 35,000. സാറിനെ എനിക്കറിയാം, സാർ എന്റെ ബന്ധുവും കൂടെ. എന്റെ ആഷ്മിയുടെ ബന്ധുക്കളെ ഇതിങ്ങനെ ചെയ്യും, നമുക്ക് അറിയാമായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യണം എന്നുള്ള അദമ്യമായ ആഗ്രഹം? അത് വോട്ട് ചെയ്യാൻ ആഗ്രഹം മാത്രമാണോ? നിങ്ങൾ ഇത് പറഞ്ഞ് പൊലിപ്പിച്ച് വെച്ചേക്കില്ലയോ? അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
എല്ലാം കൂടി ഇത് പറഞ്ഞ് പുലിപ്പിച്ച് വെച്ചേക്കില്ലയോ അതുകൊണ്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. സംസ്ഥാനത്ത് SIR തിരിച്ചടിയായത് LDF-നും NDA-ക്കും എന്ന വിലയിരുത്തൽ.